ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ അനൗൺസ് ചെയ്ത 50ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തെ പറ്റിയാണ്. 2019 പുരസ്കാരമാണ് 2020 അനൗൺസ് ചെയ്തിരിക്കുന്നത്. 2019 മികച്ച ചലച്ചിത്രം വാസന്തിയാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് റഹ്മാൻ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ഷിനോസ് റഹ്മാനും സജാസ് റഹ്മാനുമാണ്. അപ്പൊ 2019 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വാസന്തിയാണ്. 2018 മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചത് കാന്തൻ ദ ലവർ ഓഫ് കളർ എന്ന ചിത്രത്തിനായിരുന്നു. 2019 മികച്ച രണ്ടാമത്തെ ചിത്രം കെഞ്ചിരയാണ്. മനോജ് ഖാന സംവിധാനം ചെയ്ത കെഞ്ചിരയാണ് രണ്ടാമത്തെ മികച്ച ചിത്രം. അതുപോലെ മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ജല്ലിക്കെട്ട് എന്ന ചിത്രത്തിന്റെ സംവിധായകനായ ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. അപ്പോ 2019 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരിക്കാണ്. മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വികൃതി, അതുപോലെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വെർഷൻ 5.25 എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് സുരാജ് വെഞ്ഞാറമൂടിനാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ബിരിയാണി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് കനി കുസൃതിക്കാണ്. കനി കുസൃതിക്ക് മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ബ്രിക്സ് കോമ്പറ്റീഷൻ വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ 2019 കേരള സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരവും ലഭിച്ചിരിക്കുന്നത് കനി കുസൃതിക്കാണ്. മികച്ച സ്വഭാവ നടൻ, മികച്ച ക്യാരക്ടർ ആക്ടർ കുമ്പളങ്ങി നൈറ്റ്സിലെ പ്രകടനത്തിന് ശ്രീ ഫഹദ് ഫാസിലിനാണ്. മികച്ച സ്വഭാവ നടി വാസന്തി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് സ്വാസിക വിജയിക്കാണ്. മികച്ച സംഗീത സംവിധായകൻ കുമ്പളങ്ങി നൈറ്റ്സിന്റെ സംഗീത സംവിധായകനായ ശ്രീ സുഷിൻ ശ്യാമാണ്. അതുപോലെ മികച്ച പിന്നണി ഗായകൻ കെട്ടിയോളാണന്റെ മാലാക എന്ന ചിത്രത്തിലെ ആത്മാവിലെ വാനങ്ങളിൽ എന്ന ഗാനം ആലപിച്ച നജീം അർഷാദിനും, അതുപോലെ മികച്ച പിന്നണി ഗായിക കോളാമ്പി എന്ന ചിത്രത്തിലെ പറയാതിരിക്കുമെന്ന പ്രണയമേ എന്ന ഗാനത്തിന് മധുശ്രീ നാരായണനുമാണ്. അപ്പൊ 2019 ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ മികച്ച ജനപ്രിയ ചിത്രമായിട്ട് മാറിയിരിക്കുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് ആണ്. അതുപോലെ മികച്ച കുട്ടികളുടെ ചിത്രം നാനിയാണ്. നാനി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ സംയുത് ആനന്ദാണ്. ഇപ്പൊ 2019 പ്രധാനപ്പെട്ട ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മികച്ച ചിത്രം വാസന്തി, മികച്ച രണ്ടാമത്തെ ചിത്രം കെഞ്ചിര, മികച്ച സംവിധായകൻ ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരി, മികച്ച നടൻ സുരാജ് വെഞ്ഞാറമൂട്, മികച്ച നടി കനി കുസൃതി, മികച്ച ജനപ്രിയ ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്, മികച്ച കുട്ടികളുടെ ചിത്രം നാനി. സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ ശ്രീ AK ബാലനാണ് പുരസ്കാരങ്ങൾ അനൗൺസ് ചെയ്തത്. അടുത്ത ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്യാമ്പയിനാണ്. അതിന്റെ പേര് നോ മാസ്ക് നോ എൻട്രി സീറോ കോൺടാക്ട് എന്നതാണ്. ഈ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് നോ മാസ്ക് നോ എൻട്രി സീറോ കോൺടാക്ട് എന്നുള്ളത്. അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. നോ മാസ്ക് നോ എൻട്രി സീറോ കോൺടാക്ട് എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2020 ഒക്ടോബറിൽ ഓൺലൈനായിട്ട് പ്രസിദ്ധീകരണം പുനരാരംഭിച്ച മലബാറിലെ ഒരു പ്രധാനപ്പെട്ട പത്രമാണ് അല്ലമീൻ. സ്വതന്ത്ര സമരകാലത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ പ്രചരണ മാധ്യമമായിരുന്നു അല്ലമീൻ എന്ന പത്രം. അപ്പോ അല്ലമീൻ എന്ന പത്രം സ്ഥാപിക്കുന്നത് 1924 ഇതിന്റെ സ്ഥാപകൻ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. അപ്പോ 2020 ഒക്ടോബറിൽ ഓൺലൈനായിട്ട് പ്രസിദ്ധീകരണം പുനരാരംഭിച്ച മലബാറിലെ ഒരു പത്രമാണ് അല്ലമീൻ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിനമാണ്. കേരള കായിക ദിനം നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ മാസം 13-ാം തീയതിയാണ്. ഗോദവർമ്മ രാജ GV രാജയുടെ ജന്മദിനമാണ് നമ്മൾ കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. കേരള സ്പോർട്സ് കൌൺസിലിന്റെ സ്ഥാപകനാണ് ശ്രീ GV രാജ. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 13 നമ്മുടെ സംസ്ഥാനത്ത് കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. കേരള കായിക ദിനം ഒക്ടോബർ 13 അങ്ങനെയാണെങ്കിൽ ദേശീയ കായിക ദിനം നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? ഓഗസ്റ്റ് മാസം 29-ാം തീയതിയാണ് നമ്മൾ ദേശീയ കായിക ദിനം ആചരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 29-ാം തീയതിയാണ്. ഹോക്കി താരമായ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ദേശീയ കായിക ദിനം ഓഗസ്റ്റ് മാസം 29, നമ്മുടെ സംസ്ഥാന കേരള കായിക ദിനം നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ മാസം 13. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് KSRTC AC ബസ്സുകളിൽ താമസമൊരുക്കുന്ന പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. ഈ പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചിരിക്കുന്നത് മൂന്നാറിലാണ്. അപ്പോൾ വിനോദസഞ്ചാരികൾക്ക് KSRTC AC ബസ്സുകളിൽ താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതി KSRTC മൂന്നാറിൽ ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്
ഒരു പുരസ്കാരമാണ്. അതിന്റെ പേര് എർത്ത് ഷോട്ട് പ്രൈസ് എന്നാണ്. ബ്രിട്ടീഷ് രാജകുമാരനായ വില്യമിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഒരു അന്താരാഷ്ട്ര പുരസ്കാരമാണ് എർത്ത് ഷോട്ട് പ്രൈസ് എന്നുള്ളത്. അപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് രാജകുമാരനായ വില്യമിന്റെ നേതൃത്വത്തിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു സൂചികയാണ്. അതിന്റെ പേര് കമ്മിറ്റ്മെന്റ് ടു റെഡ്യൂസിംഗ് ഇനിക്വാളിറ്റി ഇൻഡെക്സ് എന്നാണ്. അസമത്വം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന രാജ്യങ്ങളുടെ ഒരു പട്ടികയാണ് കമ്മിറ്റ്മെന്റ് ടു റെഡ്യൂസിംഗ് ഇനിക്വാളിറ്റി ഇൻഡെക്സ് എന്നുള്ളത്. ഒരു സൂചികയാണ്. ഈ സൂചിക പ്രസിദ്ധീകരിക്കുന്നത് കെനിയയിലെ നെയ്റോബി ആസ്ഥാനമായുള്ള ഓക്സ്ഫാം ഇന്റർനാഷണലും അതുപോലെ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇന്റർനാഷണലും ചേർന്നാണ്. 2020 ഓവറോൾ കാറ്റഗറിയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം നോർവേ ആണ്. ഇന്ത്യയുടെ സ്ഥാനം 129 അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കുക. CRI ഇൻഡെക്സിൽ കമ്മിറ്റ്മെന്റ് ടു റെഡ്യൂസിംഗ് ഇനിക്വാളിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 129 ആണ്. 2020 ഇന്ത്യയുടെ റാങ്ക് 129 ആണ്. ഈ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം നോർവേ ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിനെ പറ്റിയാണ്. 2020 ഒക്ടോബറിൽ ബലാത്സംഗ കേസുകൾക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ വിധിക്കാൻ തീരുമാനിച്ച രാജ്യം ബംഗ്ലാദേശാണ്. അപ്പോ 2020 ഒക്ടോബറിൽ ബലാത്സംഗ കേസുകൾക്ക് വധശിക്ഷ വിധിക്കാൻ തീരുമാനിച്ച രാജ്യം ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം ധാക്കയാണ്. ബംഗ്ലാദേശിന്റെ കറൻസി ടാക്കയാണ്. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ്. പ്രസിഡന്റ് അബ്ദുൽ ഹമീദാണ്. അപ്പോ ബലാത്സംഗ കേസുകൾക്ക് വധശിക്ഷ വിധിക്കാൻ തീരുമാനിച്ച രാജ്യം ബംഗ്ലാദേശാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ സൈന്യവും മഹാരാഷ്ട്ര പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച ഒരു ആന്റി ടെറർ എക്സർസൈസ്, തീവ്രവാദ വിരുദ്ധാഭ്യാസം. അതിന്റെ പേരാണ് സുരക്ഷാ കവച് എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സാഗർ കവച് എന്നൊരു സുരക്ഷാ അഭ്യാസത്തെ പറ്റി പഠിച്ചിരുന്നു. അതെവിടെയാണ് നടന്നത്? കേരള, കർണാടക, ലക്ഷദ്വീപ് അതിർത്തികളില് തീരദേശ സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി സംഘടിപ്പിച്ച തീരദേശ സുരക്ഷാ അഭ്യാസമായിരുന്നു സാഗർ കവച് എന്നുള്ളത്. സുരക്ഷാ കവച് എന്നുള്ളത് മഹാരാഷ്ട്ര പോലീസും അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യവും സംയുക്തമായി സംഘടിപ്പിച്ച ആന്റി ടെറർ എക്സർസൈസ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുസ്തകമാണ്, ഒരു ആത്മകഥയാണ്. ശ്രീ ബാലാ സാഹിബ് വിഖെ പാട്ടീലിന്റെ ആത്മകഥയാണ് ദേവ് ബെജാവ കരാനി. റീസെന്റ് ആയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്ത പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന ശ്രീ ബാലാ സാഹിബ് വിഖെ പാട്ടീലിന്റെ ആത്മകഥയാണ് ദേവ് ബെജാവ കരാനി എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പദ്ധതിയാണ്. അതിന്റെ പേര് ടെക് ഫോർ ട്രൈബൽസ് എന്നാണ്. ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡിലാണ്. കേന്ദ്ര ട്രൈബൽ മന്ത്രാലയത്തിന് കീഴിലെ ട്രൈഫെഡ്, ദ ട്രൈബൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഇതാണ് ട്രൈഫെഡിന്റെ ഫുൾ ഫോം. അപ്പോൾ കേന്ദ്ര ട്രൈബൽ മന്ത്രാലയത്തിന് കീഴിലെ ട്രൈഫെഡിന്റെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ ട്രൈബൽ വിഭാഗത്തിലെ യുവതി യുവാക്കൾക്ക് സംരംഭകത്വ പരിശീലനവും അതുപോലെ തന്നെ അവർക്ക് സ്കിൽ ഡെവലപ്മെന്റ് ഒക്കെ പരിശീലനം നൽകുന്നതിനായിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ടെക് ഫോർ ട്രൈബൽസ് എന്നുള്ളത്. അപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ്. കേന്ദ്ര ട്രൈബൽ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഛത്തീസ്ഗഡിൽ ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ട്രൈഫെഡിന്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി ആരംഭിച്ചതെന്ന് പറഞ്ഞു. ട്രൈഫെഡിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. അതുപോലെ ട്രൈബൽ വകുപ്പ് നിലവിൽ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ശ്രീ അർജുൻ മുണ്ടയാണ്. അപ്പോ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ട്രൈബൽ വിഭാഗത്തിലുള്ളവർക്ക് സംരംഭകത്വ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായിട്ട് ട്രൈഫെഡ്, കേന്ദ്ര ട്രൈബൽ മന്ത്രാലയത്തിന് കീഴിലെ ട്രൈഫെഡ് ആരംഭിച്ച പദ്ധതിയാണ് ടെക് ഫോർ ട്രൈബൽസ് എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ടെക് ജയന്റായ മൈക്രോസോഫ്റ്റിനെ പറ്റിയാണ്. 2020 ഒക്ടോബറിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കുമായിട്ട് നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജീസ് ആയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഡേറ്റ സയൻസ് ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകുന്നതിന് AICTE, ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ധാരണയിൽ ഏർപ്പെട്ട IT സ്ഥാപനമാണ് മൈക്രോസോഫ്റ്റ്. അപ്പോൾ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഡേറ്റ സയൻസ് ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകുന്നതിനായിട്ട് ഓൾ ഇന്ത്യ കൌൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ധാരണയിൽ ഏർപ്പെട്ട ടെക് ജയന്റ് ആണ് മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റിന്റെ CEO നമുക്കറിയാം സത്യ നദല്ലയാണ്. അതുപോലെ AICTEയുടെ ഓൾ ഇന്ത്യ കൌൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. നിലവിലെ ചെയർമാൻ ശ്രീ അനിൽ ഡി സഹസ്രാബ്ദയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അതിന്റെ പേര് ജഗൻ അണ്ണ വിദ്യാ കണുക സ്കീം എന്നാണ്. നിർധനരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് സ്കൂൾ കിറ്റ് വിതരണം ചെയ്യുന്ന ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ്
ജഗനണ്ണ വിദ്യ കണുക സ്കീം എന്നുള്ളത്. ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്താണ്. നിർധനരായ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റുകൾ, സ്കൂൾ ബാഗ്, പുസ്തകങ്ങൾ, യൂണിഫോം തുടങ്ങിയവയൊക്കെ സൗജന്യമായി വിതരണം ചെയ്യുന്ന ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ പദ്ധതിയാണ് ജഗനണ്ണ വിദ്യ കണുക സ്കീം എന്നുള്ളത്. ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ശ്രീ YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. ഗവർണർ ശ്രീ വിശ്വഭൂഷൺ ഹരിചന്ദനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ലോക സാമ്പത്തിക ഫോറത്തെ പറ്റിയാണ്, വേൾഡ് എക്കണോമിക് ഫോറത്തെ പറ്റിയാണ്. 2021 വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ വേദി സ്വിറ്റ്സർലൻഡിലെ ലുസേണാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കുക, 2021 ലോക സാമ്പത്തിക ഫോറത്തിന്റെ ആനുവൽ മീറ്റിംഗിന്റെ വേദി സ്വിറ്റ്സർലാൻഡിലെ ലുസേണാണ്. 2021 ലോക സാമ്പത്തിക ഫോറത്തിന്റെ ആനുവൽ മീറ്റിംഗിന്റെ പ്രമേയം ദ ഗ്രേറ്റ് റീസെറ്റ് എന്നതാണ്. അപ്പൊ പ്രമേയം കൂടെ നിങ്ങൾ ഓർമ്മിച്ചു വെച്ചിരിക്കുക, ദ ഗ്രേറ്റ് റീസെറ്റ് എന്നുള്ളതാണ് വേൾഡ് എക്കണോമിക് ഫോറം 2021 ആനുവൽ മീറ്റിംഗിന്റെ പ്രമേയം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ലോക സാമ്പത്തിക ഫോറവുമായിട്ടുള്ള മറ്റൊരു പോയിന്റ് ഡിസ്കസ് ചെയ്തിരുന്നു. ലോക സാമ്പത്തിക ഫോറവുമായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് ഹബ്ബ് സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്വിറ്റ്സർലാൻഡിലെ കൊളോണിയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുരസ്കാരമാണ് ഫ്ലീറ്റ് അവാർഡ് ഫംഗ്ഷൻ 2020 FAF അവാർഡ് 2020. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ഫ്ലീറ്റ് അവാർഡ്. 2020 ഫ്ലീറ്റ് അവാർഡ് ഫംഗ്ഷനിൽ ബെസ്റ്റ് ഷിപ്പ് കാറ്റഗറിയിൽ പുരസ്കാരം നേടിയിരിക്കുന്നത് INS സഹ്യാദ്രിയും അതുപോലെ തന്നെ INS കോരയുമാണ്. ക്യാപിറ്റൽ ഷിപ്സ് വിഭാഗത്തിലാണ് INS സഹ്യാദ്രിക്ക് 2020 ബെസ്റ്റ് ഷിപ്പ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കോവേർഡ്സ് ആൻഡ് സിമിലർ ക്ലാസസ് ഓഫ് ഷിപ്സ് വിഭാഗത്തിലാണ് INS കോരയ്ക്ക് 2020 ഫ്ലീറ്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പേഴ്സണാലിറ്റിയാണ്, ചൈതന്യ വെങ്കടേശ്വരൻ. 2020 ഒക്ടോബറിൽ അന്തർദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഇന്റർനാഷണൽ ഗേൾ ചൈൽഡ് ഡേ എന്നാണ് ഒക്ടോബർ 11. അപ്പോൾ അന്തർദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് ബ്രിട്ടനിൽ നടന്ന ഹൈക്കമ്മീഷണർ ഫോർ എ ഡേ മത്സരം വിജയിച്ച് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ഫോർ ഇന്ത്യ എന്ന പദവി ഒരു ദിവസം അലങ്കരിച്ച ഡൽഹി വിദ്യാർത്ഥിനിയാണ് ചൈതന്യ വെങ്കടേശ്വരൻ. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കുക, ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്ന പദം അന്തർദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് ബ്രിട്ടനിൽ നടന്ന ഹൈക്കമ്മീഷണർ ഫോർ എ ഡേ എന്ന മത്സരം വിജയിച്ച് ആ പദവി ഒരു ദിവസം അലങ്കരിച്ചിരുന്ന ഡൽഹി വിദ്യാർത്ഥിനിയാണ് ചൈതന്യ വെങ്കടേശ്വരൻ. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അന്തർദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് ലിംഗസമത്വത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ് എല്ലാവരിലും എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫിൻലൻഡിന്റെ പ്രധാനമന്ത്രി പദം ഒരു ദിവസം വഹിച്ച 16 വയസ്സുകാരിയാണ് ആവ മുർത്തോ. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഖബർ എന്ന നോവലിന്റെ രചയിതാവ് ആരാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം വീഡിയോ പോയി കാണുക, ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് 2020 ലോക ജൂനിയർ ഓൺലൈൻ സ്പീഡ് ചെസ് കിരീടം കരസ്ഥമാക്കിയ മലയാളി ആരാണ് എന്നുള്ളത്. അപ്പോ 2020 ലോക ജൂനിയർ ഓൺലൈൻ സ്പീഡ് ചെസ് കിരീടം നേടിയ മലയാളിയാണ് ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.